മോളിക്കുട്ടി, നീ ഇച്ചിഗോ ഇച്ചിയെ എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്നാ അപ്പച്ച പിച്ചും പേയും പറയുന്നേ? വല്ല ഉറക്കപ്പിച്ചുവാണോ? അല്ല മോളെ, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കുഞ്ഞൻ ജാപ്പനീസ് ചിന്തയാണത്. അപ്പച്ചൻ തട്ടിവിട്ടു. നീ ഇന്നലെ എനിക്ക് വേണ്ടി വാങ്ങിച്ച പുതിയ ഷർട്ടില്ലേ, അതിങ്ങെടുത്തോണ്ട് വാ. അതെന്നാ അപ്പച്ച, വല്ല കല്യാണത്തിനും പോകുവാണോ? ഹേ, അതൊന്നും അല്ല. ഞാനും തോമസ് കുട്ടിയും കൂടെ 2 ദിവസം ഊട്ടിക്ക് പോവാണ്. മോളിക്കുട്ടി ഒന്ന് അമ്പരന്നു. അമ്മ പോയതിനു ശേഷം അപ്പച്ചൻ ആദ്യമായിട്ടാണല്ലോ പുറത്തേക്ക് പോകുന്നത്. അപ്പച്ചനും ഒന്ന് പുഞ്ചിരിച്ചു. ഇന്നലെ ഞാൻ നിന്റെ അമ്മയുടെ അലമാര തുറന്നപ്പോ അവളുടെ കുറേ പുത്തൻ സാരികൾ കണ്ടു. ഊട്ടിക്ക് പോകുമ്പോ ഇടാം, ആ പരിപാടിക്ക് പോകുമ്പോ ഇടാം, പിന്നെ ഇടാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ് അതെല്ലാം. പക്ഷേ ആ പിന്നെ അതൊരിക്കലും വന്നില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ജീവിതത്തില് ഏറ്റവും അപകടകാരിയായ വാക്ക് അത് പിന്നെ എന്ന വാക്കാണ്. ആ സ്ഥലത്തേക്ക് നമുക്ക് പിന്നെ പോകാം, അത് നമുക്ക് പിന്നെ വാങ്ങാം, പിന്നെ ചെയ്യാം, ആ കാര്യം പിന്നെ പറയാം, പിന്നെ ജീവിക്കാം. എന്തിനധികം ഇവിടെ ചിലരോടൊരു തമാശ പറഞ്ഞാൽ പോലും പറയും, ഓ അപ്പച്ചന്റെ ഒരു വളിച്ച തമാശ, അതിന് ഞാൻ പിന്നെ ചിരിച്ചോളാം എന്ന്. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഇനി മുതല് പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിനെയും മാറ്റിവെക്കരുത്. എന്റെ തമാശ കുറച്ച് വളിച്ചതാണെങ്കിലും നീ ഒന്ന് ഉറക്കെ അങ്ങോട്ട് ചിരിച്ചോ. എന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ സ്നേഹത്തോടെ ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങ് കെട്ടിപ്പിടിച്ചോ. ആഗ്രഹിക്കുന്നതൊക്കെ അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഒന്നും പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. കാരണം എന്താ? ഇച്ചിഗോ ഇച്ചിയെ, ഓരോ നിമിഷവും അമൂല്യമാണ്. അതിനി ഒരിക്കലും ഒന്നുകൂടെ എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പോകുന്നില്ല. സോ ലിവ് യുവർ ലൈഫ് ടു ദ ബെസ്റ്റ് ആൻഡ് മേക്ക് എവറി മൊമെന്റ് എ സെലിബ്രേഷൻ. താങ്ക് യു.